കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? ഒരിക്കൽ ഒരു സന്യാസി തന്റെ ആശ്രമത്തിലേക്ക് നടന്നു വരികയായിരുന്നു. പെട്ടെന്ന് നല്ല മഴ പെയ്യാൻ തുടങ്ങി. സന്യാസി ചുറ്റും നോക്കി. കയറി നിൽക്കാൻ ഒരിടവുമില്ല. പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത് കണ്ട ഒരു മരത്തിന്റെ അടിയിലേക്ക് സന്യാസി ഓടിക്കയറി. അങ്ങനെ മഴ കൊള്ളാതെ അവിടെ നിന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മഴ മാറിയ നേരത്ത് സന്യാസി മരത്തിനോട് പറഞ്ഞു, "നീ എന്നെ ഒത്തിരി സഹായിച്ചു. എൻ്റെ ദേഹത്ത് ഒരു തരി പോലും വെള്ളവും വീണില്ല. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. നിനക്കൊരു സമ്മാനം തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പറയൂ, നിനക്ക് എന്താ വേണ്ടത്? നോക്ക്, നിന്റെ 4 ആഗ്രഹങ്ങൾ ഒന്ന് പറയൂ. അതെല്ലാം ഞാൻ നിനക്ക് സാധിച്ചു തരാം." ഇത് കേട്ട് മരത്തിന് വലിയ സന്തോഷമായി. മരം സന്യാസിയോട് പറഞ്ഞു, "പ്രിയ സന്യാസി, എൻ്റെ ഇലകളൊക്കെ സൂചി പോലെ കൂർത്ത് മൂർച്ചയുള്ളതാണ്. അതുകൊണ്ട് ഒരു കിളി പോലും ഇവിടെ വന്നിരിക്കുന്നുമില്ല, കൂടുകൂട്ടുന്നുമില്ല. അതാണ് എൻ്റെ സങ്കടം. ഈ ഇലകൾക്ക് പകരം നല്ല പച്ച ഇലകൾ തരുമോ?" സന്യാസി സമ്മതവും മൂളി. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ തന്നെ മരത്തിൻ്റെ കൂർത്ത മുള്ളു പോലുള്ള ഇലകളൊക്കെ മാറി പുതിയ പച്ചിലകൾ വന്ന് നിറഞ്ഞു. മരത്തിന് വലിയ സന്തോഷവുമായി. പക്ഷേ പച്ചിലകൾ കണ്ടപ്പോ അടുത്ത് തന്നെ മേഞ്ഞു നടന്ന ആട്ടിൻകൂട്ടം ഓടി വന്ന് ആ മരത്തിൽ കയറി പച്ചിലകൾ മുഴുവനും തിന്നു തീർത്തു. മരത്തിന് സങ്കടമായി. മരം സന്യാസിയോട് വീണ്ടും ചോദിച്ചു, "സന്യാസി, എനിക്ക് പച്ചിലകൾക്ക് പകരം സ്വർണ്ണ ഇലകൾ വേണം. അപ്പോ ഇനി മൃഗങ്ങളൊന്നും വന്ന് തിന്നു കളയില്ലല്ലോ." പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ തന്നെ ദാ മരം നിറയെ സ്വർണ്ണ ഇലകൾ വന്നു നിറഞ്ഞു. അത് കണ്ടപ്പോൾ മരത്തിന് വലിയ സന്തോഷമായി. പക്ഷേ ഇത് കണ്ട ഒരു കച്ചവടക്കാരൻ ഓടി വന്ന് ആ മരത്തിലെ സ്വർണ്ണ ഇലകൾ മുഴുവനും പറിച്ചെടുത്തു കൊണ്ടുപോയി. മരത്തിന് വലിയ സങ്കടമായി. മരം വീണ്ടും സന്യാസിയോട് പറഞ്ഞു, "സന്യാസി, എനിക്കിനി ചില്ല് കൊണ്ടുള്ള ഇലകൾ തന്നാൽ മതി. അപ്പോ പിന്നെ ആരും എടുക്കില്ലല്ലോ." സന്യാസി ഉടൻ തന്നെ മരത്തിന് ചില്ല് കൊണ്ടുള്ള ഇലകൾ കൊടുത്തു. മരത്തിന് വലിയ സന്തോഷമായി. ഇനി ആടുകൾ കടിച്ചു തിന്നുകയോ ആളുകൾ കട്ടെടുക്കുകയോ ഒന്നും ചെയ്യില്ലല്ലോ. പക്ഷേ രാത്രിയായപ്പോ ഒരു വലിയ കാറ്റ് വന്നു. ആഞ്ഞടിച്ച ആ കാറ്റിൽ മരത്തിന്റെ ചില്ല് കൊണ്ടുള്ള ഇലകളെല്ലാം പൊട്ടി തകർന്നു. എല്ലാം താഴേക്ക് പറന്നു വീണു. മരത്തിന് വലിയ സങ്കടവുമായി. ഒടുവിൽ മരം വിചാരിച്ചു, തന്റെ ആദ്യമുണ്ടായിരുന്ന മുള്ളുപോലത്തെ ഇലകൾ തന്നെ മതിയായിരുന്നു. മരം സന്യാസിയോട് പറഞ്ഞു, "സന്യാസി, എന്നെ പഴയതുപോലെ തന്നെ ആക്കിയാൽ മതി കേട്ടോ." അങ്ങനെ വീണ്ടും മരം പഴയ പോലെ തന്നെയായി. സൂചിമുനയുള്ള ഇലകളുള്ള അപ്പഴയ മരമായി തന്നെ മാറി. മറ്റ് ശല്യങ്ങളൊന്നുമില്ലാതെ പിന്നീട് മരം ഒരുപാട് നാൾ സന്തോഷമായി ജീവിച്ചു. കൂട്ടുകാരെ, നമുക്കുള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനും സന്തോഷിക്കാനും ശ്രമിക്കണം കേട്ടോ. അതിമോഹങ്ങളുടെ പുറകെ പോയാൽ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും കേട്ടോ.
Friends, if you like our videos, please subscribe to our channel.